ഓക്കെ, ഇത് നമ്മുടെ ബോട്ട് ആൻഡ് സ്ട്രീമിനെ ബേസ് ചെയ്തിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2021 CGL ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എക്സും വൈയും ഒരു റിവറിലെ 2 പോയിന്റ്സ് ആണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇത് റിവറായിട്ട് എടുത്തു കഴിഞ്ഞ് ഇത് എക്സും വൈയും ആയിട്ട് എടുത്തെന്ന് വിചാരിച്ചു. ഓക്കെ, ഈ എക്സിൻ്റെയും വൈൻ്റെയും ഇടയ്ക്ക് പിയും ക്യൂവും എന്ന് പറയുന്ന പിയും ക്യൂവും എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. അത് എക്സ് വൈനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് പി, ഇത് ക്യൂ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ 3 ഡിസ്റ്റൻസും ഈക്വൽ ആണെന്ന് എനിക്ക് പറയാം, അല്ലേ? കാരണം 3 ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി റിവർ എക്സ് വൈ എന്ന ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, എക്സ് വൈ എന്ന ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എക്സിൽ നിന്ന് വൈയിലോട്ട് നീന്തി കഴിഞ്ഞാൽ അത് ഡൗൺ സ്ട്രീം ആയിരിക്കും. എക്സിൽ നിന്ന് വൈയിലോട്ട് നീങ്ങി കഴിഞ്ഞാൽ അത് ഡൗൺ സ്ട്രീം ആയിരിക്കും. കാരണം എക്സ് ടു വൈ ആണ് റിവർ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ദ ടൈം ടേക്കൺ ബൈ ബോട്ട് ടു റോ ഫ്രം എക്സ് ടു ക്യൂ. എക്സ് തൊട്ട് ക്യൂ വരെ മൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഇതപ്പോൾ എന്തായിരിക്കും? ഡൗൺ സ്ട്രീം ആയിരിക്കും, ഓർത്ത് വെച്ചേക്കണം. അതുപോലെ തന്നെ വൈ ടു ക്യൂവിൽ മൂവ് ചെയ്യാൻ ഇതെന്തായിരിക്കും? അപ്സ്ട്രീം ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ അപ്സ്ട്രീം ആയിരിക്കും. എടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ 4:5. ടൈമിൻ്റെ റേഷ്യോ 4:5. ഓക്കെ, ആക്ച്വലി നമുക്ക് ഡിസ്റ്റൻസ് സെയിം ആയിരുന്നെങ്കിൽ, അല്ലേ? എന്താ ഡിസ്റ്റൻസ് സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡൗൺ സ്ട്രീമിൻ്റെയും അപ്സ്ട്രീമിൻ്റെയും ടൈമിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കായിരുന്നു, അല്ലേ? ഓക്കെ, ഡിസ്റ്റൻസ് സെയിം ആയിരുന്നെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചത് ഒരേ ഡിസ്റ്റൻസിൽ ഡൗൺ സ്ട്രീമിലും അപ്സ്ട്രീമിലും എടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം. കാരണം എന്താ? ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ടൈമിൻ്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ സ്പീഡിൻ്റെ റേഷ്യോ കിട്ടും. ഓക്കെ, അത് കണ്ടുപിടിക്കാനായിട്ട് ഇത് ആക്ച്വലി ഇവിടെ എക്സ് ടു പിയും പി ടു ക്യൂവും, അതായത് 2 ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനാണ് 4 യൂണിറ്റ്, അല്ലെങ്കിൽ ഈ റേഷ്യോയിൽ 4 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡൗൺ സ്ട്രീമിൽ ഈ ഒരു യൂണിറ്റ്, അതായത് ഒറ്റൊരു യൂണിറ്റ് മാത്രം ട്രാവൽ ചെയ്യാൻ 2 ടൈം എടുക്കും, നേരെ പകുതി എടുക്കുള്ളൂ. ഞാനത് എന്തിനാണ് 2 എടുത്തത്? എന്തിനാണ് 2 എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യൂ ടു വൈ ഒരു യൂണിറ്റാണ് ട്രാവൽ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ അത് 5 ടൈം എടുക്കും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് ടൈമിൻ്റെ റേഷ്യോ കിട്ടി. ടൈമിൻ്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഒരേ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് സ്പീഡിൻ്റെ റേഷ്യോ ഇതായിരിക്കും, 2:5 ആയിരിക്കും. ഇനി എന്താ വേണ്ടത് നോക്കുക. ദ റേഷ്യോ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് അത് കിട്ടി, ഓൾറെഡി കിട്ടി. ടു ദ റിവർ കറണ്ട്, അതായത് സ്ട്രീമിൻ്റെ സ്പീഡ്. അപ്പോൾ ഇതാണ് ബോട്ടിൻ്റെ സ്പീഡ് വരുന്നത്. ഇതേ റേഷ്യോയിൽ നിന്ന് നമ്മൾ എന്തിൻ്റെ സ്പീഡ്, അതായത് ഇതേ റേഷ്യോ നിന്ന് സ്ട്രീമിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീം മൈനസ് അപ്പ് സ്ട്രീം ബൈ 2 വരും. ഇതിൻ്റെ റേഷ്യോ എടുക്കുക. ഓക്കെ, റേഷ്യോ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര വരും? 5:3/2 എന്ന് പറഞ്ഞാൽ 5:3/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 10:3. ഇതായിരിക്കും ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ബേസിക് കോൺസെപ്റ്റ്. ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ആക്ച്വലി 2 യൂണിറ്റ് ഡിസ്റ്റൻസ്, അതായത് എക്സ് ടു ക്യൂ ഡൗൺ സ്ട്രീമിൽ മൂവ് ചെയ്യാൻ 4 സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് മൂവ് ചെയ്യാൻ എത്രയായിരിക്കും? ഒരു യൂണിറ്റ് മൂവ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര മതി? 2 സ്പീഡ് മതി. ഇനിയിപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആയ സ്ഥിതിക്ക് ടൈമിൻ്റെ റേഷ്യോൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും സ്പീഡിൻ്റെ റേഷ്യോ. അപ്പോൾ നമ്മൾ സ്പീഡിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അവർ ചോദിച്ചത് ഡൗൺ സ്ട്രീമിലെ സ്പീഡും കറണ്ടിൻ്റെ സ്പീഡും, അതായത് റിവറിൻ്റെ സ്പീഡും ചോദിച്ചിരിക്കും. സോ എന്ത് ചെയ്യുക? ഡൗൺ സ്ട്രീം മൈനസ് അപ്പ് സ്ട്രീം ബൈ 2 ചെയ്യുക. സോ ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുമ്പോൾ. കാണുമ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് വരുന്നത്.